മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, പ്രകൃതിക്ക് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും, എന്നാൽ അവൻ്റെ അത്യാഗ്രഹത്തെ അല്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് മെയ് 22. ഇന്നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയായി ലോകമെങ്ങും ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. എന്താണ് ജൈവ വൈവിധ്യം? പ്രകൃതിയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഓർക്കാനും അതിനെ സംരക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം പ്രഖ്യാപിച്ചത്. 1992 ചരിത്രപ്രസിദ്ധമായ ഭൗമ ഉച്ചകോടിക്ക് ശേഷമാണ് ഈ ദിവസത്തിന് തുടക്കമായത്. എന്താണ് ജൈവ വൈവിധ്യം എന്ന് നമുക്ക് നോക്കണ്ടേ? ലളിതമായി പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ജീവന്റെ വൈവിധ്യമാണിത്. മണ്ണിലെ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ മുതൽ ആകാശത്തിലെ പക്ഷികളും പറവകളും കടലിലെ തിമിംഗലങ്ങളും കാട്ടിലെ വന്യമൃഗങ്ങളും പുൽനാമ്പുകൾ മുതൽ വൻ മരങ്ങൾ വരെയുള്ള സസ്യജാലങ്ങളും ചേരുന്നതാണ് ഈ മഹാശൃംഖല. ലോകത്തിൽ പല തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളുണ്ട്. ജീനുകളുടെ തലത്തിലുള്ള ജനതിക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി, വിവിധ ഇനം ജീവിവർഗങ്ങൾ ഉൾപ്പെടുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റി, കാടുകളും നദികളും കടലുകളും ചേരുന്ന ആവാസ വ്യവസ്ഥാ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്നിവയാണവ. ഈ മനോഹരമായ പ്രകൃതിയെ നമുക്കെങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം. ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് കാടുകളും നദികളും സമുദ്രങ്ങളും സംരക്ഷിക്കാൻ കഴിയൂ. കാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വനങ്ങളിലെ വൈവിധ്യമാർന്ന സസ്യങ്ങളാണ് മണ്ണൊലിപ്പ് തടയുന്നതും മഴ നൽകുന്നതും. കാടുകളെ സംരക്ഷിക്കാൻ നാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും വനനശീകരണം തടയുകയും വേണം. നദികളും കടലുകളെയും കുറിച്ച് പറയുകയാണെങ്കിൽ, നദികളിലെയും സമുദ്രങ്ങളിലെയും ജൈവ സമ്പത്ത് ജലശുദ്ധീകരണം സാധ്യമാക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസവസ്തുക്കളും ജലാശയങ്ങളിൽ തള്ളുന്നത് നാം ഇന്നു മുതൽ പൂർണ്ണമായും നിർത്തണം. മൂന്നാമത് വന്യജീവികളാണ്. ഓരോ വന്യജീവിയും ഭക്ഷ്യശൃംഖലയിലെ പ്രധാന കണ്ണികളാണ്. വേട്ടയാടൽ അവസാനിപ്പിച്ച് അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിലനിർത്തണം. അവസാനത്തെ മരവും വെട്ടി നശീകരിച്ച് അവസാനത്തെ നദിയും വിഷലിപ്തമാക്കി അവസാനത്തെ മീനിനെയും പിടിച്ചു കഴിഞ്ഞിട്ടേ മനുഷ്യൻ തിരിച്ചറിയൂ, പണം തിന്നാൻ കഴിയില്ലെന്ന്. ഭൂമിയിലെ ഒരു മനോഹരമായ പട്ടുനൂൽ വസ്ത്രത്തോട് ഉപമിക്കാം. ഭൂമിയെ നമുക്ക് ഒരു മനോഹരമായ പട്ടുനൂൽ വസ്ത്രത്തോട് ഉപമിക്കാം. അതിലെ ഓരോ നൂലും ഓരോ ജീവജാലങ്ങളാണ്. ഓരോ നൂലുകളായി ഊരിയെടുത്താൽ ഒടുവിൽ ആ വസ്ത്രം ഇല്ലാതാകും. അതുപോലെയാണ് കൂട്ടുകാരെ ജൈവ വൈവിധ്യവും. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അടുത്ത് വായിച്ചൊരു കഥയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ തോന്നുന്നത്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കൊട്ടാരമുറ്റത്തെ പൂന്തോട്ടത്തിൽ റോസാപ്പൂക്കൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചു. മറ്റു പുഷ്പങ്ങളൊക്കെ അദ്ദേഹം വേരോടെ പിഴുതെറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പൂമ്പാറ്റകൾ ഇല്ലാതായി, പക്ഷികൾ വരാതായി, പിന്നീട് പൂക്കൾ വിരിയാതായി. കാരണം പൂമ്പൊടി വിതറാൻ പ്രാണികളില്ലായിരുന്നു. പൂന്തോട്ടം ഒരു മരുഭൂമിയായി മാറി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത്, വൈവിധ്യമാണ് ജീവന്റെ നിലനിൽപ്പെന്ന്. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട്. ഒരാൾ ഇല്ലാതായാൽ അത് മുഴുവൻ ലോകത്തെയും ബാധിക്കും എന്നല്ലേ?
സുഹൃത്തുക്കളെ, ജൈവ വൈവിധ്യം എന്നത് മറ്റേതോ ലോകത്തെ കാര്യമല്ല. അത് നമ്മുടെ അതിജീവനമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം അത് പരിപാലിക്കാൻ നമുക്ക് പഠിക്കാം. ഇന്ന് നാം ചർച്ച ചെയ്തത് ജൈവ വൈവിധ്യത്തിൻ്റെ അർത്ഥം, ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നതിൻ്റെ കാരണം, പ്രകൃതിയുടെ വിവിധ രൂപങ്ങൾ, അത് സംരക്ഷിക്കേണ്ടതിൻ്റെ രീതികൾ എന്നിവയെക്കുറിച്ചാണ്. ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ ഉറപ്പ് നമുക്കെടുക്കാം. ഈ വർഷം കുറഞ്ഞത് ഒരു മരമെങ്കിലും നടുകയും നമ്മുടെ പരിസരത്തെ ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കുകയും ചെയ്യാം. പ്രകൃതിയുടെ വൈവിധ്യം നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. സുഹൃത്തുക്കളെ, ജൈവ വൈവിധ്യം എന്നാൽ മനുഷ്യൻ്റെ മാത്രം സ്വത്തല്ല, നാളെ വരാനിരിക്കുന്ന തലമുറകൾക്കും കൂടി ഉള്ളതാണ് അത്. പ്രകൃതി ഒരൊറ്റ ജീവനാഡിയാണ്. അതിൽ നമ്മളും ഒരു ഭാഗം മാത്രം. ഈ ജൈവ വൈവിധ്യ ദിനത്തിൽ നമുക്ക് വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കാം. ഒന്ന്, നമ്മുടെ വീട്ടുപറമ്പിൽ കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാം. ജലാശയങ്ങൾ മലിനമാക്കാതിരിക്കാം. വന്യജീവികളെയും പക്ഷികളെയും ഉപദ്രവിക്കാതിരിക്കാം. വരൂ, നമുക്കൊരുമിച്ച് ഈ ഭൂമിയെ ഹരിതാഭമായി നിലനിർത്താം. ഇത്രയും നേരം ഈ ചെറുപ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തായിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.